ഓക്കെ. സോ ക്വാണ്ടം നമ്പേഴ്സ്, എന്താ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്? ക്വാണ്ടം നമ്പേഴ്സ് എന്തൊക്കെ വാല്യൂസ് വരാം? ജനറലി ക്വാണ്ടം നമ്പേഴ്സ് എവിടെ നിന്നൊക്കെ വരാൻ? നെഗറ്റീവ് വരാറുണ്ട് അല്ലേ, 0 വരാറുണ്ട്, പോസിറ്റീവ് വരാറുണ്ട്. ഇനി ആർക്കൊക്കെ ഏതൊക്കെ വാല്യൂസ് വരാം? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണല്ലോ, കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? കേട്ടിട്ടില്ലേ? ഏതൊക്കെയാണ് 4 ക്വാണ്ടം നമ്പേഴ്സ്? അതൊന്ന് പറഞ്ഞേ. ഒരു ക്വാണ്ടം നമ്പർ നമ്മുടെ അഡ്രസ്സ് പോലെയാണ് അല്ലേ, നമ്മളുടെ പ്രോപ്പർ പേര്, നമ്മുടെ ഹൗസ് നമ്പർ, നമ്മളുടെ സ്ട്രീറ്റ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് വിചാരിക്കുക. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ ഹൗസ് നമ്പർ, ടു വിച്ച് സ്ട്രീറ്റ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾ റിസൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൊക്കാലിറ്റി എന്താണ്, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് എന്താണ്, പിൻകോഡ് എന്താണ്, ഡിസ്ട്രിക്റ്റ് എന്താണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഫ്ലിപ്കാർട്ട് ഓർഡർ നിങ്ങളുടെ വീട്ടിൽ വരും ഇല്ലേ? അതല്ലേ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫ്ലിപ്കാർട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആമസോണോ മിന്ത്രയോ എന്ത് വേണമെങ്കിലും സാധനം വീട്ടിലെത്തൂലേ? അതായത് അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് അല്ലേ? അതുപോലെ ഓരോ എലമെൻറ്റുകൾക്കും അവരുടെ ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്ത്, ഇപ്പോൾ നമുക്ക് പ്രോപ്പർ സ്പെസിഫിക് ആയിട്ട് ഈ പറയുന്ന അഡ്രസ്സാണ് ആക്ച്വലി പ്രിൻസിപ്പൽ, അസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അത് പറയുന്നുണ്ടല്ലോ, ഓൾ സെറ്റ്സ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഒന്നിലധികം ആൾക്കാർക്ക് വരാൻ പാടില്ല എന്ന്. നമ്മളുടെ പേര് മാറ്റിയിട്ട് വേറൊരാളുടെ പേര് വെച്ച് സാധനം വന്നാലും വീട്ടിൽ ചോദിക്കും അല്ലേ, അത് നമ്മുടെ പേരില്ല, ഇന്ന ആളുടെ വീടാണോ എന്നുള്ളത് അല്ലേ? വാട്ട് വാസ് യുവർ നെയിം? അക്സ. അത് അക്സയുടെ വീട്ടിൽ വരുമ്പോൾ എല്ലാ അഡ്രസ്സും സെയിം ആ, പേര് ഇയാളുടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ OTP ഒക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരും അല്ലേ? അല്ലെങ്കിൽ അക്സയുടെ നമ്പറിലേക്ക് തന്നെ ആയിരിക്കണം അതിൻ്റെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടാവേണ്ടത്. അപ്പം ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. ഒരാൾക്ക് ഒരു സെറ്റ് ക്വാണ്ടം നമ്പർ ഒരാൾക്കേ വരാൻ പാടുള്ളൂ, ഒന്നിലധികം ആൾക്കാർക്ക് അത് വരില്ല. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെയാണെന്നാണ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫിംഗർ പ്രിൻറ്റ് പ്രത്യേകത എന്താ? എൻ്റെ ഫിംഗർ പ്രിൻറ്റ് എനിക്ക് മാത്രം സ്വന്തമാണ് അല്ലേ, അത് വേറൊരാൾക്കും ഉണ്ടാവില്ല. എന്നപോലെ യുണീക്കാണ് ഈ പറയുന്ന ക്വാണ്ടം നമ്പേഴ്സ്. അപ്പം ക്വാണ്ടം നമ്പർ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പർ വിച്ച് ഗീവ്സ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. നമ്മുടെ അഡ്രസ്സ് പോലെ നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും കിട്ടും. അപ്പോൾ 4 തരം ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ N. അപ്പോൾ N സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഈ നോഡിൽ നമ്മൾ എഴുതിയ N എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുന്നത്? മെയിൻ ഷെൽ ഏതാണെന്ന് മനസ്സിലാവും അല്ലേ? KLMN ഷെൽ, ഇതിലേത് ഷെല്ലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഉള്ളതെന്ന് മനസ്സിലാവും. സ്പെസിഫൈ ദ പൊസിഷൻ ഓഫ്, അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ബിക്കോസ് അതും മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഇൻഫർമേഷൻ ഈസ് കൺവേഡ് യൂസിങ് ഇൻ ക്വാണ്ടം നമ്പർ എന്നുള്ളത്. ഒന്ന് സ്പെസിഫൈ ദ പൊസിഷൻ ആൻഡ് എനർജി ഓഫ് ദി ഇലക്ട്രോൺ. അപ്പോൾ വിച്ച് ക്വാണ്ടം നമ്പർ ഗിവ്സ് യു ദ പൊസിഷൻ ആൻഡ് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2n² ആണ്. എനർജി ഓഫ് സ്റ്റേഷനറി En എന്ന് പറയുന്നത് -13.6 Z²/n² ആണ്. ഇനി എന്നിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരാം? എനി ഇൻറ്റീജർ സ്റ്റാർട്ടിങ് ഫ്രം 1. 0 വരാൻ പാടുണ്ടോ? മെയിൻ ഷെല്ല് 0 വരുന്നുണ്ടോ? ഇല്ല. 1-നാണ് K വരുന്നത് അല്ലേ, 2-നാണ് L. ആ മെയിൻ ഷെല്ലല്ലേ തരുന്നത്. 0 SPDF വരുന്നത് എന്താ? എന്തിനാ വരിക? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അടുത്ത ആൾക്കാ വരിക. ദാറ്റ് ഈസ് N-1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എടുക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താ? N ആണല്ലേ. മെയിൻ ഷെല്ലാ തരിക കേട്ടോ. വാല്യൂ സ്റ്റാർട്ട്സ് ഫ്രം 1 to infinity. ഇനി അടുത്തതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. L വാല്യൂ, Lന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ N-1 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഓർബിറ്റൽ അല്ലെങ്കിൽ സബ്ഷെൽ ഏതാണ്? നമ്മൾ പറഞ്ഞു N വാല്യൂ 0 ആണെങ്കിൽ S, L വാല്യൂ 1 ആണെങ്കിൽ എന്ത് വരും? P. L വാല്യൂ 2 ആണെങ്കിൽ D, L വാല്യൂ 3 ആണെങ്കിൽ F. അതുപോലെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് h/2π × √L × L+1. ഇക്വേഷൻ അസോസിയേറ്റഡ് വിത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. പിന്നെ വരുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എന്ത് ഇൻഫർമേഷൻ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കൺവേ ചെയ്യുക? പൊസിഷനും എനർജി ആരാ പറഞ്ഞത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓർബിറ്റൽ അല്ലെങ്കിൽ ഏത് സബ്ഷെല്ലാണ് എന്ന് പറഞ്ഞത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇനി എങ്ങനെ ഓറിയന്റേഷൻ എന്താണെന്നുള്ളത് പറയുന്ന ആളാണ് ആര്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എങ്ങനെയാണ് ഇലക്ട്രോൺ ഓറിയന്റ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ.
വാല്യൂ വരുന്നത് 2l+1 ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നമ്മൾ n-l ആണ് അസിമുതൽ ക്വാണ്ടം നമ്പർ എങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2l+1. അതുപോലെ ലാസ്റ്റ് വൺ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അത് രണ്ട് വാല്യൂസേ വരുള്ളൂ. എന്താണ്? പ്ലസ് ഓർ മൈനസ് ഹാഫ്. അപ്വേർഡ് ആണെങ്കിൽ എന്തായിരിക്കും? പ്ലസ് ഹാഫ് ആയിരിക്കും. ഡൗൺവേർഡ് സ്പിൻ ആണെങ്കിൽ മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഈ പറയുന്ന പേര്, വീട്ടുപേര്, പിന്നെ നമ്മുടെ ലൊക്കാലിറ്റി, പിൻ കോഡ്. ക്ലിയർ ആയോ? അപ്പോൾ 4 കാര്യങ്ങളാണ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ. ഇതൊരിക്കലും 4 മാർക്കും സെയിം ആവത്തില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം. എങ്ങനെ വരും ആൻസർ? n-2 റേഡിയൽ നോഡ്സ് പ്ലസ് 1 ആംഗുലർ നോഡ്, n-1 റേഡിയൽ നോഡ് plus 1 angular node, n-3 radial node plus 2 angular node ആണ് n-l-1 എന്ന് പറയുന്ന ടോട്ടൽ നോഡ് ആവുന്നത്. n-3 radial nodes plus 2 angular nodes is equal to n-1 total node. ഇതിൽ എന്തായാലും ഏത് ഓപ്ഷൻ വരില്ല? ടോട്ടൽ നോഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് n-1. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണെങ്കിലും വരില്ല അല്ലേ? n-l-1 എന്തിൻ്റെയാ? റേഡിയൽ നോഡിൻ്റെ ആണ്. ഇനി ഏത് ഓർബിറ്റലിൻ്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ? ഏത് ഓർബിറ്റലിൻ്റെ കാര്യമാണ്? 3D ആണല്ലേ? 3D എന്ന് പറയുമ്പോൾ n എത്ര വരും? n is equal to 3 വരും. l is equal to 0, 1, 2 S, P, D അല്ലേ? അപ്പോൾ എങ്ങനെ വരും ആൻസർ? n-3 എന്തിനോട്? റേഡിയൽ നോഡ് പ്ലസ് 2 ആംഗുലർ നോഡ് is equal to ടോട്ടൽ നോഡ് എത്ര വരണം? n-1. ഈ വാല്യൂവും ഡിപ്പെൻഡ് ചെയ്യണത് നമ്മുടെ സബ്ഷെല്ലിനെ വെച്ചിട്ടാണ്. 3D. ക്ലിയർ ആയോ? എന്താണ് 3D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ഷെൽ ഏതാ? 3 ആണ്. സബ് ഷെൽ ഏതാ? D ആണ്. ഇനി മെയിൻ ഷെല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ഏതാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ? സബ് ഷെല്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പറാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അത് വെച്ചിട്ടല്ലേ ചെയ്തേക്കണേ? n സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n-3 ആൻഡ് l സ്റ്റാൻഡ്സ് ഫോർ azimuthal quantum number, that is L is equal to 2, that is 2 angular node, total of n-1 total nodes. Clear ആണോ? ഇവിടെ ആവുമ്പോൾ എന്ത് വരും? n-2 വരികയാണെങ്കിൽ 2D ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, 2 വരായിരുന്നു. n-1 വന്നെങ്കിൽ 1D ആയിരിക്കണം അല്ലേ? n-3 ഇയാൾക്കും സെയിം ആണ്. ക്ലിയർ ആവണുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ വരുമ്പോൾ 1 ആംഗുലർ നോഡ് ആവണം എന്നുണ്ടെങ്കിൽ അത് P ആയിരിക്കണം അല്ലേ? ദിസ് സ്റ്റാൻഡ്സ് ഫോർ 2P. ഇതാർക്കാ? n-1 റേഡിയൽ നോഡും ഇത് S ആയിരിക്കണം, പിന്നെ അല്ലെങ്കിൽ 1 ആയിരിക്കണം. 1 ആംഗുലർ നോഡ് എന്ന് പറയുമ്പോൾ എഗെയിൻ 1P ആയിരിക്കണം. ഇതാണ് എങ്കിൽ 2 ആംഗുലർ നോഡ്. പക്ഷെ ടോട്ടൽ ഒരിക്കലും എന്ത് വരില്ല? n-l-1 വരില്ല. ഓൾവേസ് ടോട്ടൽ നോഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n-1. അപ്പോൾ എല്ലാം കൂടെ ആപ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡിയിലാണ്. ക്ലിയർ ആയോ നിങ്ങൾക്കത്? കൺഫ്യൂസിങ് ആണോ? ആ നോഡിന്റെ ഇക്വേഷൻ പഠിക്കണം, അത് പഠിച്ചാലേ ഇത് ശരിയാവത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ നോഡ്സിന്റെ ഇക്വേഷൻ ആണ് എപ്പോഴും n-1. ആംഗുലർ നോഡിന്റെ ഇക്വേഷൻ ആയിക്കോട്ടെ, നോഡൽ പ്ലെയിന്റെ ഇക്വേഷൻ ആയിക്കോട്ടെ, ദാറ്റ് ഇസ് ഈക്വൽ ടു അസിമുത്തൽ ക്വാണ്ടം നമ്പർ. റേഡിയൽ നോഡ് ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മൈനസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ -1. ക്ലിയർ ആയോ? മനസ്സിലായി? ഇനി ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ഒന്നും കൂടെ നോക്കിയത് ഞാൻ പറഞ്ഞു തരുന്നതല്ലാതെ നിങ്ങൾക്ക് ഡൈജസ്റ്റബിൾ ആകുന്ന രീതിയിൽ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. റീസൺ എഴുതുക കേട്ടോ, എന്തുകൊണ്ടാണെന്നുള്ളത്. 3D എന്ന് പറയുമ്പോൾ n is equal to 3 and l is equal to 2.
എന്നിട്ട് എഴുതാം ആംഗുലർ നോട്ട്സ്, നമ്പർ ഓഫ് ആംഗുലർ നോട്ട്സ് ഇസ് ഗിവൺ ബൈ എൽ. നമ്പർ ഓഫ് ആംഗുലർ നോട്ട്സ് ഇസ് ഗിവൺ ബൈ എൽ. Number of angular nodes is given by L. For S, small letter s, 0 angular node. P ക്ക് എത്ര എണ്ണം ഉണ്ടാവും? 1 angular node. And D, 2 angular nodes and so on. For D, 2 angular nodes and so on. ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ നേരത്തെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതണ്ട, ജസ്റ്റ് ആൻസർ ചെയ്താൽ മതി. ഐ റീഡ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ആക്ച്വലി ഹോം അസൈൻമെൻറ്റിൽ വരുന്നതാണ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ആ ഒരു ടോപ്പിക്കിൻ്റെ വേറെ ക്വസ്റ്റ്യൻ കണ്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇൻകറക്റ്റ് ആണ്, കറക്റ്റ് അല്ല. അപ്പോൾ 3 എണ്ണം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 3 എണ്ണം കറക്റ്റ് ആയിരിക്കും, 1 എണ്ണം തെറ്റായിരിക്കും. കറക്റ്റ് ആണെങ്കിൽ 3 എണ്ണം തെറ്റായിരിക്കും, 1 എണ്ണം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചില കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, എല്ലാ ഓപ്ഷൻസിൽ കൂടെയും പോകത്തില്ല. So the question is like, there is no time lag between the striking of light beam and the ejection of electrons from the metal surface. It's all about photoelectric effect ട്ടോ. ടൈം ലാഗ് ഇല്ലാന്ന്, വന്ന് ഇടിച്ച ഉടനെ ഇലക്ട്രോൺ ചാടി പോവുകയാണെന്ന്. മീനിങ് മനസ്സിലായില്ലേ? ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീം ആൻഡ് ദി ലൈറ്റ് ബീം വന്ന് തട്ടുമ്പോഴാണല്ലോ ഇലക്ട്രോൺ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. സെക്കൻഡ് ഓപ്ഷൻ, നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ? ഒരാൾ എന്നെ വന്ന് ഇടിക്കുമ്പോൾ അയാളുടെ എനർജി ലോ ആണെങ്കിലാണോ ഞാൻ വീഴുക, അയാളുടെ എനർജി എൻ്റെ വീഴ്ചയുടെ ആഘാതം കൂടണമെങ്കിൽ അയാളുടെ എനർജി എന്ത് ചെയ്യണം? കൂടണം. ഉറങ്ങുവാണോ? ഉറങ്ങിപ്പോവില്ലേ? ഓക്കെ, നെക്സ്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഇസ് നോട്ട് അബ്സോർബ്ഡ് ബിലോ ത്രെഷ്ഹോൾഡ് ഫ്രീക്വൻസി. അല്ലേ, എനർജി കുറവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പതുക്കെ ഇങ്ങനെ തട്ടിയ ഇലക്ട്രോൺ പോകുന്നാണോ പറഞ്ഞത്? പോവില്ല എന്നാണോ പറഞ്ഞത്? പോവില്ല. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് യൂസ്ഡ്. ഇതെല്ലാം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ പോയിന്റ്സ് ആണ്. അപ്പോൾ അതിൽ ഏതാ തെറ്റായിട്ടുള്ളത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇസ് ഡയറക്ട്ലി ആയിരിക്കണം അല്ലേ? ഇവർ പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി. കാര്യം മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following is the correct set of 4 quantum numbers n, l, m, s? ക്വാണ്ടം നമ്പേഴ്സിന്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും സ്കൂളിലും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വേഗം എനിക്ക് ആൻസർ തരിക. Which one of the following is the correct set of 4 quantum numbers n, l, m, s? ഏത് വരും ആൻസർ? നിങ്ങൾ പറയൂ. കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. വേഗം ആൻസർ ചെയ്യൂ. പറഞ്ഞോ. എന്നിന്റെ വാല്യൂ ഏതൊക്കെ വരാന്നാ ഞാൻ പറഞ്ഞേ? 1,
2 3 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. എല്ലിൻ്റെ വാല്യൂ എന്താ? n-1 ആണല്ലേ, ദറ്റ് ഈസ് n-1 ആണ്. അപ്പോൾ 0 1 2 3 അങ്ങനെ പോകും. ഇനി എമ്മിൻ്റെ വാല്യൂ എന്താ? -l to +l. അപ്പം എൽ വാല്യൂ 1 ആണെങ്കിൽ ഇത് എന്തായിരിക്കണം? -1 0 +1 വരണം. എസ് എന്തൊക്കെയായിരിക്കും? +or-1/2 ആയിരിക്കും അല്ലേ. അപ്പം എന്ത് വരാം? 3 ആണെങ്കിൽ എന്ത് വരണം? എന്ത് വരാം? 0യും 1ഉം വരാം അല്ലേ, ഇല്ലേ? വന്നൂടെ? എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ 1, ഇത് 1 ആണെങ്കിലാണ് ഇവിടെ -1 വരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് തെറ്റല്ലേ അല്ലേ? ഇനി ഇവിടെ 4 3 -2 -1/2 4 വരാം അല്ലേ, കാരണം ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 4 വരാമെന്ന്. എൽ വാല്യൂ എന്ത് വരാം? താഴെയുള്ള വാല്യൂ. 4 വരാണ്ടിരുന്നാൽ മതി, 4ൽ താഴെയുള്ള വാല്യൂ വരാം. ഇത് ശരിയാണ്. 3 വരാമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് വാല്യൂസ് വരും? -3 -2 കണ്ടോ, -2 വരുന്നുണ്ട്. -1 0 1 2 3 വരാം. ഇത് +or-1/2 വന്നൂടെ അല്ലേ? അപ്പം ഇത് ശരിയായിട്ടുണ്ട്. ഇത് ശരിയാണോ? 3 1 വന്നാൽ -2 വരുമോ? ഇല്ല. അതുപോലെ 4 വന്നാൽ 2 വരും, -3 വരില്ല അല്ലേ. 4ൽ താഴെയുള്ളത് വരാം, പക്ഷെ 2ൽ വരുവാണെങ്കിൽ -2 വരെ ഇത് മിനിമം വരാൻ പാടുള്ളൂ, അതിൽ താഴെ വരാൻ പാടില്ല. സോ എല്ലാം കൊണ്ടും ക്വാണ്ടം നമ്പേഴ്സ് സെറ്റ് ആയിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷനിലാണ്, ഓപ്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം. ഇതുപോലത്തെ തന്നെയാണ് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കറക്റ്റ് ആണ്. അടുത്തത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ ചോദിക്കണേ. റൈറ്റ് ഡൗൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ നോട്ട് പോസിബിൾ. Which of the following sets of quantum numbers are not possible? Options are വേഗം ആൻസർ തരൂ എനിക്ക്. അല്ലാതെയും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് അതിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ലൈക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ, അതുപോലെ ഡി ബ്രോഗ്ലി ഇക്വേഷൻ്റെ, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇതിൽ കാൽക്കുലേഷൻസ് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അത് നമുക്ക് കാൽക്കുലേഷൻസ് കൂടുതലുള്ള പാട്ട് വരുമ്പോൾ ചെയ്യാം കേട്ടോ. ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, ഇവിടെ നമുക്ക് കാൽക്കുലേറ്റർ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് 10ൻ്റെ പവേഴ്സ്, നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സും സയൻറ്റിഫിക് നൊട്ടേഷനൊക്കെ പഠിച്ചിട്ടില്ലേ? എന്തിനാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയേണ്ടതായിരുന്നു. എന്തായിരുന്നു സയൻറ്റിഫിക് നൊട്ടേഷൻ? നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ഒരു 6.022 × 10⁻20 യൂറിയ ഉണ്ടാവും അതിൽ അല്ലേ? അപ്പോൾ നിങ്ങൾ 1/1000 എന്താക്കി എഴുതി?
0.001 ആക്കി എഴുതി അല്ലേ. അങ്ങനെ ഡെസിമൽ പോയിന്റ് ഇട്ടിട്ട് നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് എന്ത് കാറ്റഗറിയിൽ പഠിച്ചത് നിങ്ങൾ? സയൻറ്റിഫിക് നൊട്ടേഷൻ. ലെഫ്റ്റിലേക്ക് 2 പോയിന്റ് നീക്കിയിടുമ്പോൾ 10ന്റെ പവർ എങ്ങനെ വ്യത്യാസം വരും, റൈറ്റിലേക്ക് 2 പോയിന്റ് നീക്കിയിടുമ്പോൾ 10ന്റെ പവർ കുറയുന്നതും കൂടുന്നതും ഒക്കെയാണ് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പഠിക്കാം. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇതിൽ നിന്നുള്ള 1-2 പ്രോബ്ലംസ് വേറെ ഏതെങ്കിലും ചാപ്റ്റർ എടുക്കുമ്പോൾ എടുത്തു തരാൻ പറ്റുമോ എന്നുള്ളത്. കാരണം തുടക്കത്തിലേ വന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രോബ്ലം ആവും. ഇപ്പോഴാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തിയറി പതുക്കെ നിങ്ങൾക്കൊന്ന് ഡൈജസ്റ്റബിൾ ഫോമിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെമിസ്ട്രീനോടുള്ള ആ ഒരു എന്താ പറയുക ഇഷ്ടക്കേട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും കേട്ടോ. ഓർഗാനിക് ഒന്നും പേടിക്കാനില്ല, അത് നമ്മൾ പഠിച്ചെടുക്കും. ഓക്കെ, കാരണം നിങ്ങളെ എളുപ്പം പഠിപ്പിക്കാൻ എനിക്ക് പറ്റും. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്, പഠിക്കാൻ നിങ്ങൾ ഇരുന്ന് തന്നാൽ. കാരണം ഓർഗാനിക് 2 വർഷം പഠിച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു ബേസ് വേണ്ടേ? അല്ലെങ്കിൽ ഒരു പുതിയൊരു റിയാജൻറ്റും കണ്ട അയ്യോ ഇത് ഞാൻ ഏത് ചാപ്റ്ററിലാണ് കണ്ടതെന്നല്ല ആലോചിക്കേണ്ടത്. ഇയാളുടെ ജോലി ഇവിടെ എന്ന് പറഞ്ഞാൽ കുതിതിരിപ്പുണ്ടാക്കാൻ വരിക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ പറയത്തില്ല ചില ആൾക്കാരെ കാണുമ്പോൾ വരുന്നുണ്ട്. ചില ആൾക്കാരുടെ ആഗമനോദ്ദേശം എന്ന് പറയുന്നത് ചില സ്പെസിഫിക് കാര്യങ്ങൾക്കായിരിക്കും അല്ലേ. അങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്കറിയത്തില്ല നിങ്ങളുടെ മനസ്സിലേക്ക് ആരുടെയെങ്കിലുമൊക്കെ മുഖം വരുന്നുണ്ടോ എന്നുള്ളത് അല്ലേ. ചിരി വരുന്നുണ്ട്. അപ്പോൾ വിച്ച് മീൻസ് ആരൊക്കെയോ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ റിയേജൻസിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ വെറുതെ മനുഷ്യരെ കുറ്റം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപ്പിടുകയാണ് ഒരു കറിക്ക്. ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ പരിപാടി എന്താണ്? വൈ വി ആർ ആഡിങ് സോൾട്ട് ടു എൻഹാൻസ് ദ സലൈൻ ടേസ്റ്റ് അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഓരോ റിയേജൻ്റ് ഇടുമ്പോഴും നമ്മൾ അയാൾക്ക് ആ ഒരു പണി മാത്രമേ അറിയുള്ളൂ, അത് അയാളുടെ കുറ്റമല്ല. അതുകൊണ്ടാണ് നമ്മൾ നെയിം റിയാക്ഷൻസ് ഒക്കെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ പൊടി തട്ടിയെടുക്കാം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സോ കമ്മിങ് ബാക്ക് ടു ദിസ് ടോപ്പിക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞോ? ഇല്ല, നിങ്ങളാ പറഞ്ഞു തരണ്ടേ അല്ലേ. പറയും ബി വരും അല്ലേ. കാരണം എന്താ? n = 1, l എന്തൊക്കെ വരാം? 0ഉം 1ഉം വരാം. ml എന്തൊക്കെ വരും? 0 -1 +1 വരാം. s എന്ത് വേണമെങ്കിലും ആവാം. ബാക്കിയുള്ളവർക്കൊക്കെ തെറ്റിപ്പോകുന്നുണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആണോ? നോട്ട് പോസിബിൾ ആ വരാത്തത് അല്ലേ. നോട്ട് പോസിബിൾ അല്ലേ വരേണ്ടത്? എന്താ വരേണ്ടത്? ഞാൻ പറയുന്നത് തിരിഞ്ഞു. നോട്ട് പോസിബിൾ ആ. l ഒരിക്കലും എന്ത് വരത്തില്ല? 1 വരില്ല അല്ലേ. 0 ആണ് വരിക. അല്ലെങ്കിൽ n-1 ആണ് എല്ലിൻ്റെ വാല്യൂ. ബാക്കി എല്ലായിടത്തും അത് എന്താ കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ. n-1 ആദ്യത്തെ കേസിൽ 0 വരുന്നുണ്ട്. n2 ആകുമ്പോൾ l 1 വരുന്നുണ്ട്. n3 ആകുമ്പോൾ l എന്ത് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. അത് n-l തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ml എന്താവുണ്ട്? 0 -1 +1 അങ്ങനെ വരാം. അപ്പം നോട്ട് പോസിബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. പിന്നെ വേഗം നോക്കാം നമുക്ക് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നൊരു റൂള് ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് റൂൾസ് എന്തൊക്കെയായിരുന്നു? ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാമോ? ദ ഓർബിറ്റൽ ഡയഗ്രം ഇൻ വിച്ച് ഓഫ് ബോ പ്രിൻസിപ്പിൾ is violated is ഓഫ് ബോ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തു എന്ന് അറിയണമെങ്കിൽ എന്താണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് അറിയാം. എന്താ ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നേ? എന്താ ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്? ഓഫ് ബോ പ്രിൻസിപ്പിൾ അല്ല, ഓഫ് ബോ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തത് അല്ലേ. 1s2 2s2 2p6 ഇല്ലേ. നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാൻ അറിഞ്ഞൂടെ? അത് പറഞ്ഞ ആളാണ് ഓഫ് ബോ.
ഓഫ് ബോ പറഞ്ഞു, നമ്മളത് അനുസരിക്കുന്നു. എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണേ? 1s 2s 2p അല്ലേ, 3s 3p 3d 4s 4p 4d 4f ആണോ? ഇങ്ങനെയാണോ? അല്ലേ? എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഡയഗണൽ വരച്ചു കൊടുത്താൽ മതി അല്ലേ? ഇതാണ് എന്ത്? ഓഫ് ബോ പ്രിൻസിപ്പിൾ. 1sൽ ഇലക്ട്രോൺ എൻ്റർ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമേ എങ്ങോട്ടേക്ക് ഇലക്ട്രോൺ പോവുള്ളൂ? 2sൽ. 2sലും 2 ഇലക്ട്രോൺസ് കയറി ബാക്കിയുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോവുള്ളൂ? 2p. അതും 2pയിൽ എത്ര ഇലക്ട്രോൺസിനെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം? 6 ഇലക്ട്രോൺസ്. 6 കഴിഞ്ഞിട്ട് പിന്നെയും ഇലക്ട്രോൺസ് ബാക്കി ഉണ്ടെങ്കിലേ യു ക്യാൻ മൂവ് ടു 2p 3sലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയാണ് ഫില്ലിങ്ങിന്റെ ഓർഡർ വരുന്നത്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ആ റൂള് വയലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ ഏത് റെപ്രസെൻറ്റേഷൻ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് അവിടെ നിൽക്കാതെ അടുത്ത ലെവലിലേക്ക് ചാടിപ്പോയിട്ടുണ്ടോ നോക്ക്. സീല് 2sൽ 2 എണ്ണത്തിന് അക്കോമഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം 2pയിൽ പെയറിങ് നടന്നാൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. കംപ്ലീറ്റ്ലി ഫിൽ ആയതിനു ശേഷമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോണത്. ഇനി അടുത്ത റൂൾ ഏതാ? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ ഫിംഗർ പ്രിന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. എന്താ? ക്വാണ്ടം നമ്പേഴ്സ് 4 എണ്ണം സെയിം ആയിട്ട് ഒന്നിലധികം പേർക്ക് വരില്ല. അതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് വിത്ത് ദ സെയിം സെറ്റ് ഓഫ് ഓൾ ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. നെക്സ്റ്റ് ഹൺസ് റൂൾ. ഹൺസ് റൂൾ എന്താ പറയുന്നത്? ഇപ്പോൾ പെയറിംഗ് ഒക്കെ നടന്നല്ലേ? പെയറിംഗ് എങ്ങനെയാണ് നടക്കുക? ആദ്യം എല്ലാത്തിലും സിംഗ്ലി ഒക്യുപ്പൈഡ് ആയതിനു ശേഷം മാത്രമേ പെയറിംഗ് നടക്കുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇതിൽ മെൻഷൻ ചെയ്തു പോയി. ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷനും ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ ഇക്വേഷൻ ആയിട്ട് വന്നെങ്കിൽ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം കേട്ടോ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് ആയിക്കോട്ടെ, പിന്നെ എന്തായിരുന്നു നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ കാര്യം, ഡിഫറെൻറ്റ് തിയറീസ്, അറ്റോമിക് തിയറീസ്, ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഇവിടെ ഒന്ന് ടോപ്പിക്ക് എഴുതിയിട്ടേ ചൈന എഴുതുന്ന സയൻസ്. ഓക്കെ ഓക്കെ. എൻ്റെ പേന തരുവാടോ? ഇച്ചിരി ഇരിക്കട്ടെ, നടുവേദന എടുക്കും. ഇതാ നിങ്ങളുടെ മൈക്ക്. മാത്സാണ്, ബയോളജിയാണ് വേണ്ടത്. ബയോളജി അല്ലേ? ഞാൻ അറ്റൻഡൻസ് എടുക്കും. ഇവിടെ വന്നിട്ടുണ്ടോ? പോവല്ലേന്ന് പറഞ്ഞു. ദേവലക്ഷ്മി, പ്രിയ, അരുൺ,
ചേച്ചിനെ വിളിക്കട്ടെ. നാളെ ക്ലാസ്സും അയ്യോ വീഡിയോ ഓണാണോ?